ഉദ്ഘാടനത്തിനൊരുങ്ങി കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിരം. പണിതിട്ടും പണിതീരാതിരുന്ന ആസ്ഥാന മന്ദിരമാണ് 20 വർഷത്തിന് ശേഷം യാഥാർത്ഥ്യമായത്. അത്യാധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കിയാണ് മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പണി പൂർത്തിയാക്കാൻ ഏറെ നാളുകൾ എടുത്തു എങ്കിലും വളരെ ഭംഗിയായി അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയാണ് ഇപ്പോൾ നിലവിൽ മന്ദിരം യാഥാർത്ഥ്യമാകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? അതെ രോഹിണി, സാധാരണ നമ്മൾ പറയാറുണ്ട് പണിതിട്ടും പണിതീരാത്ത കെട്ടിടം എന്നൊക്കെ. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് വരെ ഈ കൊച്ചി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആയിട്ടുള്ള കെട്ടിടം മറൈൻ ഡ്രൈവിൽ ആ രീതിയിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇലക്ഷൻ അടുത്ത് ഇരിക്കെ തന്നെയാണ് ഈ പണികളൊക്കെ തന്നെ, നിർമ്മാണ പ്രവൃത്തികളൊക്കെ തന്നെ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് ഈ ആസ്ഥാന മന്ദിരം, അതായത് കൊച്ചി കോർപ്പറേഷന്റെ പുതിയ കാര്യാലയം നാടിന് സമർപ്പിക്കുന്നത്. വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഏകദേശം 1,70,75,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കൊച്ചി കോർപ്പറേഷന്റെ പുതിയ കാര്യാലയം ഒരുക്കിയിട്ടുള്ളത്. അതിൽ തന്നെ കൗൺസിൽ ഹാളാണ് ഏറ്റവും നല്ലതും അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 640 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു കൗൺസിൽ ഹാൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ തന്നെ 82 കൗൺസിലർമാർക്കും അതോടൊപ്പം തന്നെ 25ഓളം ജീവനക്കാർ, അതോടൊപ്പം പത്രമാധ്യമങ്ങൾ, പൊതുജനങ്ങൾ, ഇവർക്കൊക്കെ തന്നെ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മേയറുടെ ആണെങ്കിലും ഡെപ്യൂട്ടി മേയറുടെ ഒക്കെ ആണെങ്കിലും ഓഫീസ് മുറിയും അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയതാണ്. ഈ ഫയലിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ മറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ആ മുറിയിലൊക്കെ തന്നെയുണ്ട്. കായലോരത്ത്, അതായത് മറൈൻ ഡ്രൈവിലാണ് ഈ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും 2005 ഇതിന്റെ തറക്കല്ലിട്ടു, 2006 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ 20 വർഷം വേണ്ടി വന്നു അതിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. ഈ ഇലക്ഷൻ അതൊരു നേട്ടമായിട്ട് തന്നെ ഇടത് മുന്നണി ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യും. എന്തായാലും 3 മണിക്ക്, വൈകുന്നേരം 3 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നടത്തുക. ആ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്ത് തന്നെയാണ്. എന്തായാലും ഒരു നവംബർ മാസത്തോടു കൂടി നിലവിലെ പഴയ ഓഫീസിൽ നിന്ന് പുതിയ ഓഫീസിലേക്ക് പൂർണ്ണമായിട്ടും എല്ലാ സംവിധാനങ്ങളും മാറ്റാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രോഹിണി, ശരി. രേഷ്മ ബാബു ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.